ഇന്ന് നമുക്ക് 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഒരേ സമയം പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ബീറ്റർ വെച്ചൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ 1 മിനിറ്റ് ബീറ്റർ ഒന്ന് ലോ സ്പീഡിലിട്ട് അടിക്കുക. അത് കഴിയുമ്പോൾ ഹൈ സ്പീഡിൽ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓറിയോൻ്റെ ഫ്ലേവറിലാണ് ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അടിച്ച് വെച്ചേക്കണം വിപ്പിംഗ് ക്രീമിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ഓറിയോ ബിസ്ക്കറ്റും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഓറിയോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാനില ഫ്ലേവറിൽ ഒരെണ്ണം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് മാംഗോ ഫ്ലേവറിലാണ്. അപ്പോൾ ഒരു മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ബാക്കി വിപ്പിംഗ് ക്രീമിൽ മിൽക്ക് മെയ്ഡും ഈ മാംഗോ പൾപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാംഗോ ഫ്ലേവറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ശരിക്കും പറഞ്ഞൊരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ആക്കേണ്ടതാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടിപ്പട്ടാളുണ്ടല്ലോ, അതിന് സമ്മതിക്കാത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രീസറിൽ നിന്ന് എടുക്കേണ്ടി വന്നു. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. മാംഗോ ഫ്ലേവറും ഓറിയോ ഫ്ലേവറും പിന്നെ വാനില ഫ്ലേവറും. അതിനൊരു ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് ഷുഗർ ബോൾസും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം.